മോട്ടറോളയുടെ ഏറ്റവും പുതിയ 5G സ്മാർട്ട് ഫോൺ മോട്ടോ G73 5G. നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ മോട്ടറോളയുടെ മോട്ടോ G73 5Gയുടെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് മോട്ടറോളയുടെ മോട്ടോ G73 5G എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു TPU കേസ്, സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, 30 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ ഒരു C2C ചാർജിങ് കേബിൾ എന്നിവയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. അപ്പോൾ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് C2C കേബിൾ അങ്ങനെ ലഭിക്കാറില്ല. ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളാണ് സാധാരണ C2C കേബിൾ ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് C2C കേബിൾ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ ഇത്തരത്തിൽ 2 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റേതാണ് പ്രൈമറി ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. മോട്ടറോളയുടേതായിട്ടുള്ള ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ മോട്ടറോളയുടെ തന്നെ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 181 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. കയ്യിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വെറും പൂ പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ തിക്നെസ്സും വളരെ കുറവാണ്. 8.29 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. ഇതിന്റെ വലതുവശത്തായിട്ടാണ് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് സംവിധാനവും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സ്പീക്കർ ഗ്രില്ല്, ചാർജിങ്ങിനുള്ള USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലാണ് സിം ട്രേ. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നും എഴുതിയിരിക്കുന്നത് കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തെ സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് പെട്ടെന്ന് നോക്കാം. ഞാനൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒരേ സമയം നമുക്ക് ഒരു മെമ്മറി കാർഡും ഒരു നാനോ സിം കാർഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 നാനോ സിം കാർഡ് ഒരുമിച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് പൂർണ്ണമായും ഗ്ലാസ് അല്ല, പക്ഷേ അക്രിലിക് ഗ്ലാസ് എന്നറിയപ്പെടുന്ന PMMA മെറ്റീരിയൽ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാവണം ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ മോട്ടറോളയുടെ തന്നെ പ്രീമിയം സ്മാർട്ട് ഫോണുകളുടെ ഒരു ലുക്ക് എന്തായാലും ഈ ഒരു G73 എന്ന സ്മാർട്ട് ഫോണിനകത്ത് മോട്ടറോള നൽകിയിരിക്കുന്നു. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും IPS LCD ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ 120 ഹെർട്സ് എന്ന ഹയർ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഹയർ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കാൻ അതിമനോഹരമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ക്യാമറയുടെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികുകൾ താരതമ്യേന കനം കുറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം ഒരു ആവറേജ് സൈസ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് HDR10ന്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടി പാണ്ട ഗ്ലാസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 930 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പകരുന്നത്. ഈ ഒരു പ്രോസറുമായിട്ട്, അതായത് MediaTekന്റെ Dimensity 930 എന്ന പ്രോസറുമായിട്ട് ഇന്ത്യയിൽ എത്തുന്ന ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയും മോട്ടറോള G73ക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ 8GB റാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പകരുന്നത്. 128GB ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇന്റേണൽ സ്റ്റോറേജ്. അപ്പോൾ ഈ ഒരു 8GB എന്ന് പറയുന്നത് LPDDR4X റാമും അതുപോലെ 128GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് UMCP സ്റ്റോറേജ് ടൈപ്പ് ആണ്. അതെന്ന് പറയുന്നത് UFS 2.2ന് ഇക്വലന്റുമാണെന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. 13 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ മോട്ടറോള സ്മാർട്ട് ഫോണുകളുടെ ഒരു പ്രത്യേകത ഏതാണ്? നമ്പർ ഓഫ് 5G ബാൻഡിലെങ്ങും യാതൊരു കുറവും സാധാരണ മോട്ടറോള വരുത്താറില്ല. ആ കാര്യങ്ങളിലൊന്നും ഒരു പിശകും മോട്ടറോള വരുത്തിയിട്ടുമില്ല. ഞാൻ ഈ സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. 4,36,754 ആണ് എനിക്ക് ലഭിച്ച ഒരു AnTuTu സ്കോർ. അതായത് ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു MediaTekന്റെ Dimensity 930 എന്ന് പറയുന്ന പ്രോസസർ Snapdragon 695 എന്ന് പറയുന്ന പ്രോസറിനേക്കാളും അതുപോലെ Snapdragon 4 Gen 1 എന്ന് പറയുന്ന പ്രോസറിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോസറാണ് MediaTekന്റെ Dimensity 930. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAhന്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചാർജിങ്ങിന് വേണ്ടി C2C കേബിൾ, സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ മാത്രം കാണുന്ന C2C കേബിൾ ആണ് ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. മോട്ടറോള ഫോണുകളുടെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി എഫിഷ്യൻസിയാണ്. അത് എടുത്തു പറയാനുള്ള ഒരു കാരണം, നമ്മൾ ഇത്തരത്തിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ വരുന്ന ഫോണുകളെല്ലാം തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതെല്ലാം കൂടി നമ്മൾ മേശയിൽ നമ്മൾ ഇട്ട് വെച്ചേക്കും. 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ബാക്കി എല്ലാ ബ്രാൻഡിന്റെ ഫോണുകളും കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കും. പക്ഷെ മോട്ടറോള ഫോൺ നമ്മൾ എങ്ങനെയാണോ വെച്ചാൽ അതുപോലെ അതിന്റെ ബാറ്ററി നിലനിൽക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് പല മോട്ടറോള ഫോണിലും. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. യാതൊരുവിധ ബ്ലോട്ട് വേസുകൾ എന്നറിയപ്പെടുന്ന അനാവശ്യ ആപ്ലിക്കേഷൻസ് ഇത്തരത്തിൽ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. ഈ കാണുന്ന ഇത്രയും ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെതായിട്ടുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അഡീഷണൽ ആയിട്ട് വരുന്നത് ഇവിടെ
കുറച്ച് മോട്ടറോളയുടേതായിട്ടുള്ള ഒരു 1, 2, 3, 4 ആപ്ലിക്കേഷൻസ് മാത്രമുണ്ട്. അത് കൂടാതെ ഉള്ള മറ്റ് ഏക ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഒരൊറ്റ അനാവശ്യ ആപ്ലിക്കേഷൻസ് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇല്ല എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി നല്ല രീതിയിൽ നിലനിൽക്കുന്നതിന് കാരണമാവും. മാത്രമല്ല ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ്. യാതൊരുവിധ പരസ്യങ്ങളുടെ ബുദ്ധിമുട്ടിക്കലുകളില്ല. നോട്ടിഫിക്കേഷൻ ഏരിയയിൽ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അനാവശ്യ ആപ്ലിക്കേഷൻസ് നിന്ന് വരില്ല. കംപ്ലീറ്റ് ആയിട്ടൊരു ക്ലീൻ യൂസർ ഇന്റർഫേസ്. അതാണ് മോട്ടോറോള ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 ആണ് നൽകിയിരിക്കുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 13 ആണല്ലോ, ആൻഡ്രോയിഡ് 14 മേജർ അപ്ഡേറ്റ് ഇതിനകത്ത് ഉറപ്പായിട്ടും മോട്ടോറോള നൽകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ മോട്ടോറോള നൽകും. ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റീരിയോ സ്മാർട്ട് ഫോൺ ആണ്. മുകളിലും താഴെയുമായിട്ടാണ് ഇതിന്റെ ഒരു സ്പീക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ഉള്ള സൗണ്ട് ആണ്, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സ്മാർട്ട് ഫോണിന്റെ മുകളിൽ കണ്ടതുപോലെ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ മോട്ടറോളയുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ 3 ഫിംഗറുകൾ സ്ക്രീനിൽ ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സെൽഫി ക്യാമറയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഇത്തരത്തിൽ പാം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. മാത്രമല്ല സെൽഫി എടുക്കണമെങ്കിൽ നമ്മൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്ന വേണ്ട, സെൽഫി എടുക്കുന്ന സമയത്ത് എല്ലാവരും കൊണ്ട് നോക്കി ക്യാമറയിലേക്ക് നോക്കി ചിരിച്ച് കാണിച്ചാൽ മതി. ചിരിക്കുമ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വെറുതെ നമ്മൾ ഇതുപോലെ ഫോണൊന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തുകയും ഒന്നുകൂടി ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ മോട്ടോറോള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജസ്റ്റർ കൺട്രോളുകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ 2 ക്യാമറകളാണ്. പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 മൈക്രോൺ പിക്സൽ ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് വളരെ ലോ ലൈറ്റിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു പ്രൈമറി സെൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നല്ല ക്വാളിറ്റി ഫോട്ടോകൾ ഈ ഒരു പ്രൈമറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ രണ്ടാമത്തെ ക്യാമറയായിട്ട് നൽകിയിരിക്കുന്നത്. അത് തന്നെ ഒരു മാക്രോ സെൻസറായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 2 ക്യാമറ ഉള്ളെങ്കിലും 3 ക്യാമറയുടെ ഗുണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യും. അതുപോലെ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഫുൾ HD 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. എന്നാൽ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യാനാവുക. 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ഷൂട്ടറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെന്റർ പഞ്ച് ഹോളായിട്ട് നൽകിയിരിക്കുന്നത്. ഒരു ആവറേജ് ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കണ്ടില്ലേ, ഒരു ചെറിയ ക്ലിക്കിൽ തന്നെ സ്മാർട്ട് ഫോൺ അൺലോക്ക് ആകുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ട് പോലും നൽകിയിട്ടുണ്ട്. സാധാരണ ചില 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണിൽ പോലും NFC സപ്പോർട്ട് പലപ്പോഴും കണ്ടു വന്നിട്ടില്ല. പക്ഷേ മോട്ടറോളയുടെ വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ പോലും NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയും വ്യത്യസ്തമല്ല കാര്യം, NFC സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോൺ IP52 വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. മാത്രമല്ല വെള്ളത്തുള്ളികളെ ജസ്റ്റ് പ്രതിരോധിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. മിഡ് നൈറ്റ് ബ്ലൂ, ലൂസ് ആൻഡ് വൈറ്റ് എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഒരു 20,000 രൂപയിൽ താഴെ ആയിരിക്കും എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് എന്നാണ് എൻ്റെ ഒരു ഊഹം. എനിക്കിപ്പോൾ ആക്ച്വലി ഇതിന്റെ ഒരു പ്രൈസ് അറിവായിട്ടില്ല. എന്ത് തന്നെയായാലും ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന വളരെ വില കുറഞ്ഞ ഒരു ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ മോട്ടോ G73 എന്ന സ്മാർട്ട് ഫോൺ ശ്രദ്ധേയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.